ആരാത്? ആരാത്? ആരാന്ന്? ആരാന്ന് പറയുന്നതല്ലേ നല്ലത്? അതൊക്കെ ആരാണെന്ന് പറയാൻ വെറുതെ എനിക്ക് ടെൻഷൻ തരരുതുണ്ടോ? ആരാത്? ആരെങ്കിലും കൊല്ലാൻ വന്നോ? ഇങ്ങനെ കാണാൻ ഞങ്ങളുടെ പ്രാണം പോയനല്ലോ. എന്താ എന്താന്ന്? പുറത്ത് 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 വല്ല തേളും കുത്തിയിട്ടുണ്ടോ? എന്റെ പുറത്തല്ലടാ, വീടിന്റെ പുറത്ത്. വീടിന് പുറത്താ? വീടിന് പുറത്ത് എന്തോന്നു? ഇതാരായി വാതില് തുറന്നിട്ടിരിക്കുന്നത്? പ്രേതം. പ്രേതം? ചത്തുപോയ മീരയുടെ പ്രേതം. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ചത്തുപോയ മീരയുടെ പ്രേതമാ? പ്രേതോ എവിടെ? പ്രേതം എവിടെ? പ്രേതം ഇവിടെ അല്ല, പുറത്ത്. പുറത്തിറങ്ങി നോക്കണം. നീ പോയി നോക്ക്. നിനക്ക് നോക്കിയാ എന്താ? പേടിയാ? പേടി ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്ക് ഈ പ്രേതത്തിലും പിശാചിലും ഒന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തൊരു നോക്കിയാൽ കാണൂല. അതാണ് ശാസ്ത്രം. ശാസ്ത്രം അങ്ങോട്ട് ഇറങ്ങി നോക്കണം. പുല്ലേ പേടിത്തൊണ്ടന്മാര് ഇങ്ങോട്ട് വരാൻ. എവിടെ എവിടെ കണ്ടുന്നാ? എന്നിട്ട് അവളെവിടെടാ? ഞങ്ങളോടാ ചോദിക്കുന്നു. വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. പേടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു പേടി? പേടിത്തൊണ്ടൻ മനുഷ്യ അതിനിടയ്ക്ക് അങ്ങോട്ട് പോയോ? ഇങ്ങോട്ട് തന്നെ. ആരാത്? ആരാണ് ചോദിച്ചത്? ഏത്? നിക്കണ കണ്ടില്ലേ? അത് വാഴയമ്മത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? നീ വന്നേ. ഓരോരോ പിച്ചും പേയുമായിട്ട് ഇറങ്ങിക്കൊള്ളും ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. നീ വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സൂക്കേടാ, അല്ലാതെ പ്രേതമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അന്ന് നീ മാംഗ്ലൂർ വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പട്ടാണി പെണ്ണിന്റെ തുണി പൊക്കി നോക്കി അട്ടി കൊണ്ട് പിരിന്നില്ലേ? അത് എന്നാ കേസ്? അപ്പൊ ഇവിടെ നിന്നതോ? വാതിലടച്ചിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ നിങ്ങൾ പുറത്തു കിടക്കുക. അവളുടെ പ്രേതം അതെന്നെ മുറിക്കാൻ തിരിപ്പിട്ട്. പ്രേതോ? പേടിക്കണ്ട, ഞാൻ പ്രേത യക്ഷിയൊന്നുമല്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ടുമില്ല. എന്റെ പേര് മീരയെന്നല്ല, മഹേന്ദ്രവർമ്മ എന്റെ ഭർത്താവുമല്ല. പിന്നെ ആരാ നീ? ഞാൻ സ്റ്റെല്ല, സ്റ്റെല്ല ഫെർണാണ്ടസ്. അതാണ് എന്റെ യഥാർത്ഥ പേര്. സംശയിക്കണ്ട, ബാലകൃഷ്ണൻ മാംഗ്ലൂർണ്ടതും ഈ എന്നെ തന്നെയാണ്. അവിടെ ഞാൻ സ്റ്റെല്ലയും അല്ല, മീരയും അല്ല, ലൈലയാണ്. ഓരോ നാട്ടില് ഓരോ പേരും ഓരോ വേഷവുമായിരിക്കും എനിക്ക്. നിങ്ങൾ സ്റ്റേജിൽ വേഷം മാറി നാടകം കളിക്കുന്നില്ലേ? അതുപോലെ തന്നെ ജീവിതം മുഴുവൻ മാറി മാറി വേഷം കെട്ടി കളിക്കുന്ന ഒരു ക്രിമിനലാണ് ഞാൻ, ഒരു പെരുങ്കള്ളി. അങ്ങനെ ഒരു കള്ള വേഷമായിരുന്നു എനിക്കിവിടെ. മീര എന്ന പേരിൽ മഹേന്ദ്രവർമ്മയുടെ ഭാര്യയായിട്ട്, ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഒരു മനോരോഗിയായിട്ട്,
ഒക്കെ ഞാൻ അഭിനയിക്കായിരുന്നു. അഭിനയം തീർത്ത് കരാർ അനുസരിച്ചുള്ള പണവും പറ്റി അന്നേ ഞാൻ മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പൊ അന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ കിടന്ന് മരിച്ചതാരാ? അയാളുടെ യഥാർത്ഥ ഭാര്യ മീര എന്നു പേരുള്ള ഒരു പാവം പിടിച്ച തമ്പുരാട്ടിക്കുട്ടി. നിങ്ങളും ആ ഡോക്ടറും ഒക്കെ പോലീസിൽ മൊഴി കൊടുത്തതുപോലെ അവൾ ആത്മഹത്യ ചെയ്തതല്ല, അവളെ കൊന്നതാണ്. അയാൾ കൊന്നതാണ് അവളെ. എന്നിട്ട് അവൾ മനോരോഗിയായിരുന്നെന്നും ആത്മഹത്യ ചെയ്തതാണെന്നും അയാൾ വരുത്തി. ഈ എന്നെ വെച്ച് അതിനുള്ള തെളിവുകൾ അയാൾ ഉണ്ടാക്കി. നിങ്ങളൊക്കെ അത് വിശ്വസിച്ചു. അതാണവൻ, മഹേന്ദ്രവർമ്മ എന്ന അതിബുദ്ധിമാനായ ക്രിമിനൽ. മഹേന്ദ്രവർമ്മയെ ഞാൻ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും കൊച്ചിയിൽ വെച്ച. അവിടെ ഞാൻ അല്ലറ ചില്ലറ മോഷണങ്ങളുമായി കഴിയുകയായിരുന്നു. ഒരിക്കലും ഒരു സ്വർണ്ണക്കടയിലെ മോഷണ ശ്രമത്തിനിടയിൽ ഞാൻ കയ്യോടെ പിടിക്കപ്പെട്ടു. ദയവ് ഇത് പോലീസിനെ അറിയിക്കരുത്. ഹലോ മിസ്റ്റർ, നിങ്ങളാരാ? ഞാൻ മഹേന്ദ്രവർമ്മ, ബാംഗ്ലൂരിൽ ഗാർമെന്റ് എക്സ്പോർട്ടറാ. ഇതെന്റെ ഭാര്യ മീരാവർമ്മ. എന്റെ ഭാര്യ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവളുടെ അസുഖം അത്. അവളൊരു മനോരോഗിയാണ്. സ്റ്റെല്ല ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ സ്റ്റെല്ല എന്റെ ഭാര്യയാണെന്ന് കള്ളം പറഞ്ഞ് അവിടുന്ന് രക്ഷിച്ചതെന്ന്. എന്തിനാണെന്നല്ലേ പറയാം. സ്റ്റെല്ല എന്തിനാ ഇങ്ങനെ കൊച്ചു കൊച്ചു കളവുകൾ നടത്തി വെറുതെ ജീവിതം പാഴാക്കുന്നത്? കളവ് നടത്തുമ്പോൾ അന്തസ്സായിട്ട് നടത്തണം. ഒറ്റയടിക്ക് ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് ഉണ്ടാക്കണം. ദാറ്റ്സ് മൈ പോളിസി. ഞാൻ പറയുന്നൊരിടത്ത് സ്റ്റെല്ല കുറച്ചു നാൾ താമസിക്കണം. അവിടെ എൻ്റെ ഭാര്യയായിട്ട് മീരാവർമ്മ എന്ന പേരിൽ ഒരു മനോരോഗിയായി സ്റ്റെല്ല അഭിനയിക്കണം. അതിനെത്ര സ്റ്റെല്ലയ്ക്ക് പ്രതിഫലം വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ആവശ്യപ്പെടുന്നത് ഞാൻ തരും. അല്ലെങ്കിൽ സ്റ്റെല്ല ആഗ്രഹിക്കുന്നതിനപ്പുറം ഞാൻ തരും. നേരത്തെ പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള അത്രയും. സമ്മതമാണെങ്കിൽ ഇത് മുഴുവൻ സ്റ്റെല്ലയ്ക്ക് എടുക്കാം, അഡ്വാൻസ് ആയിട്ട്. ബാക്കി കരാർ അനുസരിച്ച് ജോലി തീർത്തു പോകുമ്പോൾ. സ്റ്റെല്ല പേടിക്കണ്ട. എന്റെ ഭാര്യയാവാൻ വേണ്ടി ഒരു നിമിഷം പോലും സ്റ്റെല്ല എന്നോടൊപ്പം കഴിയണ്ട. എന്റെ ഭാര്യ എന്ന പേര് സ്റ്റെല്ല ജീവിക്കേണ്ടതും മനോരോഗിയായിട്ട് അഭിനയിക്കേണ്ടതും ഒരു ഡോക്ടർ മുന്നില. ഒരു മിലിറ്ററി റിട്ടയർഡ് മനോരോഗ വിദഗ്ധൻ, ഡോക്ടർ ഉണ്ണിത്താൻ. അങ്ങനെ ആ ഡോക്ടറുടെ കാറിന് മുന്നിൽ ചെന്ന് പെടാനും മഹേന്ദ്രവർമ്മയുടെ ഭാര്യയായി മനോരോഗിയായിട്ട് അഭിനയം തുടങ്ങാനും വേണ്ടി ഞാനും മഹേന്ദ്രവർമ്മയും വഴിയരികിൽ കാത്തു നിൽക്കുമ്പോഴാ ഞങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ കാർ ആ ഡോക്ടറുടെ കാറിന് മുന്നിൽ വന്ന് കയറിയത്. ഒടുവിൽ ബോധം നശിച്ചു കിടന്ന എന്നെയും കൊണ്ട് നിങ്ങൾ കാറിൽ പുറപ്പെടുമ്പോൾ നിങ്ങൾ അറിയാതെ അയാൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ തേടി അയാൾ ഈ ഉർവശി തിയേറ്റേഴ്സിലും വന്നു. നിക്കൂ, ഞാൻ ഉടനെ പുറപ്പെടാം. വേണ്ട, തൽക്കാലം സ്റ്റെല്ല ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. ഒരു കണക്കിന് ബുദ്ധിമാനായ ഡോക്ടറേക്കാൾ വിഡ്ഢികളായി നാടകക്കാരാണ് നമുക്ക് നല്ലത്. അവര് പറയുന്ന പോലെ ഒരു നാടക നടിയായിട്ട് അവരോടൊപ്പം കൂടുക, മീര എന്ന പേരിൽ തന്നെ. ബാക്കി സമയമാകുമ്പോൾ ഞാൻ പറയാം. അപ്പം മതി ആ ഡോക്ടർ മുന്നിൽ ചെല്ലുന്നത്. അതും ഇവര് മൂലം തന്നെ ആയിരിക്കണം. ആ രാത്രി ബാലകൃഷ്ണൻ ഓർക്കുന്നില്ലേ? എന്റെ മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞ് ബാലകൃഷ്ണൻ ബഹളം കൂട്ടിയ അതേ രാത്രി. ആരാകത്ത്? ആരുമില്ല. പിന്നെ നീ ആരോടാ സംസാരിച്ചത്? ഞാൻ ആരോട്ട് സംസാരിച്ചില്ലല്ലോ. ഞാൻ കേട്ടല്ലോ നീ സംസാരിക്കുന്നത്. അതോ, അത് ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്തായി ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്ക് നാടകം കാണാപ്പാടായിരിക്കണോന്ന്. പിന്നീട് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും അയാളുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു. നിങ്ങളുടെ മുന്നിൽ മുഴു ഭ്രാന്തിയായി അഭിനയിച്ചത്, ഹോസ്പിറ്റലിൽ വെച്ച് രോഗം ഭേദമായതുപോലെ കാണിച്ചത്, പിന്നെ എന്റെ ഭർത്താവാണെന്നും പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തിയതും അയാളുടെ കൂടെ പോയതുമെല്ലാം അന്ന് രാത്രി തന്നെ കരാർ അനുസരിച്ചുള്ള മുഴുവൻ പണവും അയാൾ തന്നു. അതും വാങ്ങി പുറപ്പെടും മുമ്പ് എന്നെ കൊണ്ട് അയാൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഫോൺ ചെയ്യിച്ചു. ഒന്നും പറയണ്ട,
ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ, അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സത്യമായിട്ട് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ഞാൻ ചത്തുകളയും. വെരി ഗുഡ്. ഇനി സമയങ്ങളെന്താ? സ്റ്റെല്ല പുറപ്പെട്ടോളൂ. അവരിവിടെ എത്തുന്നതിന് മുമ്പ് സ്റ്റെല്ല ഇവിടെ വിട്ട് ഇറങ്ങിയിരിക്കണം. കം. അയാൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയാവുന്നത്രയ്ക്ക് സ്വത്തും പണവും കാറും ഒക്കെയായി ഒരു വലിയ പണക്കാരിയായി മടങ്ങുമ്പോഴാ എനിക്ക് കിട്ടിയ സ്വത്തുക്കളെക്കാളും എല്ലാം വിലമതിക്കുന്ന ആ വലിയ സ്വത്തിനെ കുറിച്ച് ഞാൻ ഓർത്തത്. ഗോപാലകൃഷ്ണൻ എന്റെ കഴുത്തിൽ കെട്ടിയ ആ താലി, അത് ഞാൻ അവിടെ എവിടെയോ വെച്ച് മറന്നു. അതെടുക്കാൻ ഞാൻ തിരിച്ചു ചെന്നു. ആകസ്മികമായുള്ള മടങ്ങി വരവിലാണ് ഞാൻ അറിയുന്നത് മീര വർമ്മ എന്ന പേരിൽ യഥാർത്ഥത്തിൽ അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അന്ന് അവിടെ വെച്ച് ആദ്യമായും അവസാനമായും ഞാൻ അവളെ കണ്ടു. ഉറക്കമരുന്നുകൾ കുത്തിവെച്ച് എവിടെയോ അടച്ചു പൂട്ടിയിട്ടിരുന്ന അവളെ കൊല്ലാനും അവളുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനും വേണ്ടി അയാൾ എന്നെ ഉപയോഗിച്ച് തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു. പാവിയാണ് ഞാൻ. ഒരു പാവം പെണ്ണിനെ കൊല ചെയ്യാൻ കൂട്ടുനിന്ന് കൊടും പാവിയാണ് ഞാൻ. എനിക്ക് രക്ഷപ്പെടണ്ട. അയാൾ തന്നൊരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട. ആ പണവും ഈ എന്നെയും നിങ്ങൾ പോലീസിൽ ഏൽപ്പിക്കണം. എന്നിട്ട് ഈ നടന്നതെല്ലാം നിങ്ങൾ പോലീസിനോട് പറയണം. എന്നെ ഉപയോഗിച്ച് നിങ്ങളെയല്ലേ അവൻ സാക്ഷികളാക്കിയത്. ആ നിങ്ങൾ തന്നെ പോലീസിനോട് പറയണം. അതെല്ലാം കള്ളമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയണം. വിളിക്കണ ബാലകൃഷ്ണ പോലീസ് സ്റ്റേഷനിലേക്ക്. ആദ്യം ഇവളെ തന്നെ പിടിച്ചേൽപ്പിക്കും. നമ്മൾ നാടകക്കാരെ പറ്റി ഇവരൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? വെറും വിട്ടികളാണെന്നോ? വിളിക്കണ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് നമ്മൾ ആരാണെന്ന് നമുക്ക് അവനെ കാണിച്ചു കൊടുക്കണ. വിളിക്കണ. എന്നിട്ട് അവനെ പിടിച്ച് അകത്താക്കും. നമുക്കൊരു കളി കളിച്ചാലോ? കളിയാ? എന്ത് കളി? അവൻ നമ്മളോട് കളിച്ച അതേ കളി നമുക്കും തിരിച്ചു കളിച്ചാലോ? തിരിച്ചു കളിക്കേ? ഒന്ന് പോയടാ നീ. പണ്ട് ഇതുപോലൊരു കളി കളിച്ചു. അതിന്റെ പരിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. മാത്രല്ല അങ്ങനെ ഒരു കളി കളിക്കാനുള്ള ശേഷിയും പ്രായവും ഇപ്പൊ എനിക്കില്ല. അതല്ല മത്തായി ചേട്ടാ, ഇവിടെ നമ്മൾ നിർബന്ധമായും കളിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. അവനങ്ങനെ രക്ഷപ്പെട്ടുകൂടാ. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം, ഇവളെ ഏൽപ്പിക്കാം, നടന്ന കഥകളൊക്കെ പറയാം. അതുകൊണ്ടൊന്നും അവൻ ശിക്ഷിക്കപ്പെടണമെന്നില്ല. പിന്നെ അവൻ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഇവളെ വിശ്വാസം വരണം. പക്ഷേ ഇവളൊരു ക്രിമിനലാണെന്നും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്നവളാണെന്നും അറിയുമ്പോൾ കോടതി ഇവളെ വിശ്വസിച്ചെന്ന് വരില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? നമ്മൾ കളിക്കണം.
അവൻ നിർത്തിയെടുത്തുനിന്ന് നമ്മൾ തുടങ്ങണം. എന്ന് വെച്ചാ അവന്റെ ഭാര്യ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലേ? അതെ, അവന്റെ ഭാര്യയെന്ന് നമ്മളെ പരിചയപ്പെടുത്തിയ ഇവൾ തന്നെയാണ് അവന്റെ യഥാർത്ഥ ഭാര്യയെന്ന് നമ്മൾ പറയുന്നു, തെളിയിക്കുന്നു. മത്തായിച്ചേട്ടാ, വിളിക്കവനെ, എന്നിട്ട് ഞാൻ പറയാം, അതുപോലെ അങ്ങോട്ട് പറ. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. ആര്? മാന്നാർ മത്തായി സ്പീക്കിംഗ്. മാന്നാർ മത്തായി? ഏത് മാന്നാർ മത്തായി? ഏതൊക്കെ മാന്നാർ മത്തായിമാരെ താൻ അറിയും? ഓ, നിങ്ങൾ ആ പഴയ നാടകക്കാരനല്ലേ? എന്ത് ഈ പാതിരിക്ക്? കാര്യമുണ്ട്. ചത്തുപോയ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മുടെ പേരിൽ വന്നോ? ഷാടോ പൈസ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടരുത്. ആവശ്യമില്ലാത്തതാണെന്ന് ആരാ പറഞ്ഞത്? ആവശ്യമുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ട്. ആവശ്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അവളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ. അവൻ ഇതിൽ തലയിടും. ഞങ്ങളും ചെറുതായിട്ടൊന്ന് തലയിട്ടു. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നിങ്ങൾ മാത്രല്ല, ഈ ഗോപാലകൃഷ്ണനും അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ. ചത്തുപോയ ഭാര്യയുടെ സ്വത്തിന് ഇവനും അവകാശമുണ്ട്. അതുകൊണ്ട് പകുതി സ്വത്ത് ഇവനും കിട്ടണം. സ്റ്റോപ്പ് ഇറ്റ്. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. ഇവൻ അവളുടെ ഭർത്താവാണെങ്കിൽ അവളുടെ സ്വത്തിന്റെ പകുതി അണ പൈ ബാക്കിയില്ലാണ്ട് ഇവൻ മേടിച്ചിരിക്കും. മഹേന്ദ്ര, ഗുഡ് നൈറ്റ് ബ്രദർ. ഇനി അവൻ നമ്മുടെ പിന്നാലെ വന്നോളും. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ആ മീരാവർമ്മയുടെ അച്ഛനെയും അമ്മയും ചെന്ന് കാണണം. നടന്നത് മുഴുവൻ അവരോട് തുറന്നു പറയണം. എന്നിട്ട് അവരെ രണ്ടാളെ കൊണ്ടും ഇവളാണ് അവരുടെ മകളെന്ന് പറയിക്കണം.